ഓസ്ട്രേലിയയിൽ സ്വന്തമായിട്ട് വീടുള്ള എല്ലാ ആളുകളുടെയും മെയിനായിട്ടുള്ളൊരു കൺസേണാണ് മോർഗേജ് സ്ട്രെസ്. നല്ല ശതമാനം ആളുകൾക്ക് മോർഗേജ് സ്ട്രെസ് ഉണ്ട്. 30 വർഷത്തെ ലോൺ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സ്ട്രെസ്സാണ്. ഈ മോർഗേജ് സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് മെജോറിറ്റി ഓഫ് ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം ജോലി ചെയ്യുക. അതായത് നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുക, ഓവർ ടൈം ചെയ്യുക, വീക്കെൻഡിൽ ജോലി ചെയ്യുക, അങ്ങനെ കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുക. ആ പൈസ കൊണ്ട് മാക്സിമം റീപേയ്മെൻറ്റ് അടയ്ക്കുക, എന്നിട്ട് ലോൺ പെട്ടെന്ന് തീർക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, നിങ്ങൾക്ക് മോർഗേജ് പെട്ടെന്ന് തീർക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോർഗേജ് സ്ട്രെസ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫും സ്ട്രെസ്ഫുള്ളായിട്ട് മാറുകയാണ്. അപ്പോൾ മോർഗേജ് പെട്ടെന്ന് തീർക്കാനായിട്ട് ഓസ്ട്രേലിയയിലുള്ള 10% കുറഞ്ഞ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് അവർ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ 2026 ഒരു 500Kയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 10 വർഷം കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു 1 മില്യൺ ആയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞൊരു 50 വർഷത്തെ അല്ലെങ്കിൽ 70 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഓരോ 10 വർഷം കൂടുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2026 500Kക്ക് വാങ്ങിച്ച പ്രോപ്പർട്ടി 2036 ആകുമ്പോൾ അത് 1 മില്യൺ ആയി. അതേപോലെ തന്നെ ഒരു വർഷം ആവറേജ് $20,000 അല്ലെങ്കിൽ $25,000 റെൻ്റൽ ഇൻകം കിട്ടും. അപ്പോൾ ഈ റെൻ്റൽ ഇൻകം 25,000 ആണെങ്കിൽ ടൈംസ് 10, 10 വർഷത്തെ റെൻ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ 250K ആയി. എനിക്കറിയാം നിങ്ങൾ പറയുന്നത് എന്താണ്, നിങ്ങളതിന് ലോൺ അടയ്ക്കണം, ഇൻട്രസ്റ്റ് അടയ്ക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അടയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളത്, ബെനിഫിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നോക്കുക. അതായത് 500Kയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ച് 10 വർഷം കഴിയുമ്പോൾ അത് 1 മില്യൺ ആയിട്ട് മാറുന്നു. അതിൻ്റെ കൂടെ റെൻറ്റ് ഒരു 250K ആവറേജ് നമുക്ക് റെൻ്റായിട്ട് കിട്ടും ഒരു 10 വർഷത്തിൽ. അപ്പോൾ നമ്മൾ ഈ 500Kയുടെ പ്രോപ്പർട്ടി നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അനദർ 500 + 250 750K നമുക്ക് റിട്ടേൺ വരികയാണ് ഒരു 10 വർഷം കൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ 1-2 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഈ പ്രൈമറി ഹോമിൽ അടയ്ക്കുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിൽ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ എവിടെ വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു. ഐ എം സുതേഷ്, വർക്കിംഗ് ആസ് എ ബയേഴ്സ് ഏജൻറ്റ്. ഐ ഹെൽപ്പ് ബിസി പ്രൊഫഷണൽസ് ലൈക്ക് യു ഗ്രോ വെൽത്ത് ത്രൂ റിയൽ എസ്റ്റേറ്റ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് മീ.